ഡേയ്സ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ ഞാൻ സർവനാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹിന്ദി ഭാഷയിൽ സർവനാമത്തിന് സർവനാം എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ പ്രൊനൗൺ എന്ന് പറയും. എന്താണ് സർവനാമം? എന്താണ് പ്രൊനൗൺ എന്ന് പറയുന്നത്? നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ശബ്ദത്തിനാണ് നമ്മൾ സർവനാമം എന്ന് പറയുന്നത്. നാമം എന്ന് പറയുന്നത് പേരാണ്. അതായത് ഒരു വസ്തുവിൻ്റെ പേര് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേര്, എന്തെങ്കിലും ജീവജാലങ്ങൾ, ഇതിനൊക്കെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ശബ്ദത്തിനാണ് സർവനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഹിന്ദി ഭാഷയിൽ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുകയും കാണപ്പെടുകയും ചെയ്യുന്ന ഒരു ശബ്ദമാണ് വ എന്ന് പറയുന്നത്. അവൻ, അതല്ലെങ്കിൽ അവൾ എന്നൊക്കെയാണ് ഈ ശബ്ദത്തിൻ്റെ അർത്ഥം. വ സ്കൂൾ ജാത്ത ഹേ, അവൻ സ്കൂളിൽ പോകുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ആ വ എന്ന് പറയുന്ന സർവനാമം പുല്ലിംഗത്തിലുള്ള ഒരു ശബ്ദമാണ്. അതുകൊണ്ടാണ് ജാത്താഹെ എന്ന് പറയുന്നത്. അത് സ്ത്രീലിംഗമാണെങ്കിൽ വ സ്കൂൾ ജാത്തിയെ എന്നാണ് പറയുക. ഒരു പെൺകുട്ടി സ്കൂളിൽ പോകുന്നവരോ ആ പെൺകുട്ടി സ്കൂളിൽ പോകുകയെന്ന് വ ജാത്തിയെ, വ ലടുക്കി സ്കൂൾ ജാത്തിയെ എന്നാണ് പറയുക. അപ്പം നമ്മൾ ആ വെർബിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ സബ്ജക്റ്റ് ഫീമെയിൽ ആണെന്ന്. അപ്പം മെയിലിനനുസരിച്ചും ഫീമെയിലിനനുസരിച്ചും അവിടെ ക്രിയ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ടോപ്പിക് അതല്ല, സർവനാമം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വ എന്നുള്ള സർവനാമത്തെക്കുറിച്ച് പറഞ്ഞു. അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അത് എന്നാണ് ആ സർവനാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ലളിതമായിട്ടുള്ള ശബ്ദങ്ങളുടെ അർത്ഥം നമുക്ക് അറിഞ്ഞിട്ടില്ല എങ്കിൽ, അതിനെക്കുറിച്ച് നമുക്ക് ബോധമില്ല എങ്കിൽ നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. വ ലഡ്കി എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി എന്നർത്ഥമോ. അപ്പോൾ അവൻ എന്ന് വേണമെങ്കിൽ എടുക്കാം, ഇനി അവൾ എന്ന് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ, അത് കിതാബിലോ, ഈ പുസ്തകം എടുത്തോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെല്ലാം ഉപയോഗിക്കുന്നതാണ് വ എന്ന് പറയുന്ന സർവനാമം. അതേപോലെ തന്നെ മറ്റൊരു സർവനാമമാണ് എന്ന് പറയുന്നത്. ഇവൻ അല്ലെങ്കിൽ ഇവൾ അല്ലെങ്കിൽ ഇത് എന്നാണ് ഈ സർവനാമത്തിൻ്റെ അർത്ഥം. യഹ് ഏക് കലം ഹൈ, ഇത് ഒരു പേനയാകുന്നു. ഇറ്റ്സ് എ പെൻ, ഇതൊരു പേനയാകുന്നു. ഇറ്റ്സ് എ ബുക്ക്, ഇതൊരു പുസ്തകമാകുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യഹ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. ഈ സർവനാമത്തിൻ്റെ കൂടെ നമ്മൾ ചെറിയ അക്ഷരങ്ങൾ, അതായത് ക എന്നൊരു അക്ഷരം എടുക്കുക. അതൊരു വിഭക്തി പ്രത്യയമാണ്. ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വ എന്നുള്ള സർവനാമം അല്ലെങ്കിൽ എ എന്നുള്ള സർവനാമം, ഇതിൻ്റെ കൂടെ ക എന്നാണ് എടുക്കാൻ പോകുന്നത്. എനോട് ക ചേർത്താൽ ഇസ്ക എന്ന് കിട്ടും. വൈനോട് ക ചേർത്താൽ ഉസ്ക എന്ന് കിട്ടും. ചില ക്ലാസ്സുകളിലൊക്കെ അധ്യാപകർ ചോദിക്കുകയാണ്, വൈനോട് ക ചേർത്താൽ എന്താണ് കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ വൗക്ക എന്ന് പറയും. കാരണം അവർക്ക് അതിനെപ്പറ്റി ബോധമില്ല. വ എന്നുള്ള സർവനാമത്തിൻ്റെ കൂടെ ക ചേർക്കുമ്പോൾ ഉസ്ക എന്നാണ് കിട്ടുന്നത്.